ഏറ്റുമുട്ടൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നുവെങ്കിലും പാകിസ്ഥാനെ കുഴക്കുന്ന ഒരു വലിയ വിഷയമുണ്ട്. അത് സിന്ധു നദീജല വിഷയം തന്നെയാണ്. സിന്ധു നദീജലത്തിന് ലഭിച്ചില്ല എങ്കിൽ അവരുടെ ഏറ്റവും സമ്പന്നമെന്ന് കരുതപ്പെടുന്ന പഞ്ചാബ് പ്രവിശ്യ വരൾച്ചയിലാകും. ഇപ്പോഴുള്ള സമ്പത്ത് കരിഞ്ഞുണങ്ങുക തന്നെ ചെയ്യും. ഇതിലൊരു വലിയ പ്രതിഷേധം നേരത്തെ മുതൽ ആരംഭിച്ചതാണ്. യുദ്ധത്തിനൊരു ഷോർട്ട് ബ്രേക്കായ ഈ കാലഘട്ടത്തിൽ വീണ്ടും ആ പ്രക്ഷോഭം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം സൈനിക തലത്തിൽ നടത്തിയ ചർച്ചയിലും ഈ വിഷയം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ പറഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ചൊരു ചർച്ചയേ ഇല്ല. കാരണം വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭീകരരെ ട്രെയിൻ ചെയ്യിച്ച് കാശ്മീരിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് ഇനി അവർ നമ്മളുടെ വെള്ളം കുടിക്കാൻ അർഹരല്ല. ഒരുപക്ഷെ പാകിസ്ഥാൻ വീണ്ടും ഇതിനായി കെഞ്ചിയേക്കാം. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ പാക് സൈനിക മേധാവി ഇന്ത്യൻ സൈനിക മേധാവിയോട് പറഞ്ഞത് ഞങ്ങൾ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ് എന്നാണ്. ഏതായാലും ചർച്ച മുറുകുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ മുൻപോട്ട് വെക്കുന്ന ആദ്യ ഡിമാൻഡ് ദാവൂദ് ഇബ്രാഹിം, മസൂദ് അസർ, ഹാഫിസ് സയ്യിദ് എന്നീ ഇന്ത്യ തേടുന്ന കൊടും ക്രിമിനലുകളെ വിട്ടുകിട്ടുന്നതിനായിരിക്കും. അവിടെയും പാകിസ്ഥാന് പ്രതിസന്ധി തുടരുക തന്നെ ചെയ്യും. ഇവരൊക്കെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയേക്കാൾ പവറുള്ള നേതൃത്വങ്ങളാണ്. അവരെ വിട്ടുകൊടുത്താൽ പാകിസ്ഥാൻ അതോടെ തീരും. ഭീകരവാദികൾ ഷഹബാസ് ഷെരീഫിൻ്റെ ഉച്ചയടിച്ച് പൊട്ടിക്കും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പെട്ടത് വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഇനി വെള്ളത്തെക്കുറിച്ചൊരു ചർച്ചയില്ല എന്ന് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം കാശ്മീരിനെക്കുറിച്ചും. ഏതായാലും പാകിസ്ഥാൻ ഇനി വരുന്നത് വലിയ പ്രതിസന്ധിയുടെ നാളുകൾ തന്നെയാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.